ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബ്യൂട്ടി ടിപ്സ്, ഹെയർ കെയർ ടിപ്സ് ഒന്നുമല്ല. ഇന്ന് ഞാൻ വീട്ടിൽ ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ആലു പൊറോട്ട എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റൈലിൽ ചെയ്യുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ വേറെ കറികളൊന്നും വേണ്ട, ഇത് തന്നെ തിന്നാൻ പറ്റുന്ന ഒന്നാണ് ഈ ആലു പൊറോട്ട. രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പൊറോട്ട ഒന്ന് ട്രൈ ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വേവിച്ച് കുക്കറിൽ വേവിച്ചിട്ട് തൊലിയൊക്കെ നല്ലതായിട്ട് കളഞ്ഞ് ചെറു ചൂടോടുകൂടി ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഉടയണം, എന്നാലേ പൊറോട്ടയ്ക്കുള്ള നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഉടച്ചെടുക്കാം. നല്ലതായിട്ട് ഉടഞ്ഞുടഞ്ഞ് കിട്ടണം. അപ്പം നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടണം. ചെറു ചൂടോട് കൂടി ഉടയ്ക്കാൻ ശ്രമിക്കുക, എന്നാലേ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കാൻ പാടില്ല, ഫുള്ള് ഇങ്ങനെ പേസ്റ്റാക്കി കിട്ടിയിരിക്കണം. അപ്പം ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക കേട്ടോ. നല്ല ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഞാൻ നല്ല രീതിയിൽ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ കഷ്ണം എല്ലാം കളഞ്ഞ് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി ഉടയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേറെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവോള. ഒരു സവോള കുഞ്ഞിതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ 1 പച്ചമുളക് ഇടാം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1/2 മതിയാകും. കാരണം കുഞ്ഞുങ്ങൾക്കും ഇത് കൊടുക്കാവുന്നതാണ്. ഒത്തിരി എരിവുള്ളവർക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ അതിനകത്തൊരു വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാകാൻ വെക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നമുക്ക് എന്തോരമാണോ സവോള എടുത്തിരിക്കുന്നത് ഒന്ന് വഴടാൻ വേണ്ടി ഉള്ള വെളിച്ചെണ്ണ എടുക്കാം. ഞാൻ സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവോളയും പച്ചമുളകും. അപ്പോൾ അരിഞ്ഞ് വെച്ച് സവോളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കിതൊന്ന് വഴണ്ട് കിട്ടണം. വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് ഉപ്പ് മതി. ഒന്ന് ജസ്റ്റ് വഴണ്ട് കിട്ടണം. നല്ല രീതിയിൽ വഴണ്ട് വരണം. അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുള്ളൂ. മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. മീറ്റ് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ഇവിടെ കുറച്ച് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഇതും ചൂടായി, ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ ഇവിടെ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ ഇത് നമുക്ക് ഇളക്കി ഈ മസാലയുമായിട്ടൊക്കെ ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഈ മസാലയുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ യോജിപ്പിച്ച് എടുക്കാം.
അപ്പം ഞാൻ മസാലയായിട്ട് യോജിപ്പിച്ചെടുത്തു. നമുക്ക് തീ ഇനി ഓഫ് ചെയ്യാം. ഇത്രയും ചെയ്യുന്നത് സിമ്മിലായിരിക്കണം. തീ എപ്പോഴും സിമ്മിൽ കിടക്കുമ്പോഴായിരിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, പൊറോട്ടയ്ക്ക് വേണ്ടി ഞാനിവിടെ നമ്മൾ മാവ് സാധാ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമ്മളൊന്ന് കുഴച്ച് വെക്കുക. ഈ മാവ് ജസ്റ്റ് ഒന്ന് ബോൾസ് ആക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ബോൾസ് ആക്കാം. അപ്പോൾ ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടുതലായിട്ട് വേണം നമ്മൾ ബോൾസ് എടുക്കാൻ. കുറച്ച് മാവും കൂടി കൈ കരുതുക. നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുമല്ലോ, അതിനു വേണ്ടി. ഇനി ഞാൻ ആ ബോൾ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മാവിലൊന്ന് ജസ്റ്റ് മുക്കിയെടുക്കാം. നമ്മൾ സാധാ ചപ്പാത്തിക്ക് ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ അതുപോലെ. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇത്രയും മതിയാകും. നമ്മുടെ കൈയുടെ ആ വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ ഇത്രയും വട്ടത്തിലാക്കിയെടുക്കുക. ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാല ഉണ്ടല്ലോ, ആ മസാല ഒരു പിടി ഇതിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം ഇതിങ്ങനെ കവർ ചെയ്ത് മൂടുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോവാതെ അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. ചപ്പാത്തി ഞാനിവിടെ പരത്തി അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് അത് ഒരു ചെറിയ ഹോളുണ്ടെന്നല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമുക്കിത് നമ്മുടെ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി. അപ്പം അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കുറച്ച് നെയ്യ് പരത്തി കൊടുക്കാം. നെയ്യ് നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിനി ഒന്ന് ഇതാകട്ടെ. ഇതുപോലെ ഇങ്ങനെ മൊരിഞ്ഞ് വരണം കേട്ടോ. ഇതുപോലെ മൊരിഞ്ഞ് വന്നാലാണ് നല്ലത്. ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇത് വെച്ചിട്ട് ഒന്ന് അമുക്കി കൊടുക്കാം. നല്ലതായിട്ട് നെയ്യോ ബട്ടറോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കണം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഉപ്പിൻ്റെ അളവും എരിവിൻ്റെ അളവൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.